കോട്ടയം ഏറ്റുമാനൂരെ ഷൈനി എന്ന് പറയുന്ന ഒരു ലേഡിയുടെയും തൻ്റെ 2 പെൺമക്കളുടെയും മരണത്തിന് പിന്നിലെ കാര്യകാരണങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ്. ആൻഡ് ഞാൻ ഈ ഒരു വിഷയത്തിൽ ഒരൊറ്റ വീഡിയോ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി വീഡിയോസ് ഒന്നും ചെയ്യാത്തതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, ഇത്തരം മരണം റിലേറ്റഡ് വിഷയങ്ങൾ എടുക്കുമ്പോഴത്തേക്കിന് എനിക്ക് യൂട്യൂബ് നല്ല രീതിയിലുള്ള കുറച്ച് പണി കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ബാക്കി വിഷയങ്ങൾ എടുക്കുമ്പോൾ അതിനകത്തോടുകൂടി ഈ പണി കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഇത്തരം വിഷയങ്ങൾ ഒന്ന് സൈഡാക്കി വെച്ചത്. പക്ഷേ ഇപ്പോൾ ഇത് സംസാരിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഷൈനി എന്ന് പറയുന്ന ഒരു ലേഡിയുടെ മരണത്തിന് പിന്നിലെ കുറച്ചധികം കാര്യങ്ങൾ കൂടി അല്ലെങ്കിൽ കുറച്ചധികം സത്യങ്ങൾ കൂടി അറിയുമ്പോഴത്തേക്കിന് എനിക്ക് കുറച്ചുകൂടി ഇത് വൈകാരികമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് കുറച്ചധികം വൈകാരികമായിട്ടായിരിക്കും സംസാരിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, ഇന്നിപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഒരു 10:45 ആയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ഒരു 6 മണി 6:30 ആയ ഒരു ടൈമിൽ എക്സാക്ട് ഇതേപോലെ ഒരു സിറ്റുവേഷൻ ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടിട്ട് വന്നിട്ടാണ്. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെയുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോക്കകത്തോടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് കുറച്ച് അതിരി കടന്ന് സംസാരിച്ചെന്ന് വന്നേക്കാം. അതുകൊണ്ട് തന്നെ ആദ്യമേ ഡിസ്ക്ലെയിമറായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ദയവ് ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക. ആദ്യമേ ഞാൻ പറഞ്ഞേ, പിന്നെ ഇത് വീഡിയോ കണ്ടിട്ട് നീ എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത്രയും പറയേണ്ട കാര്യമുണ്ടോ എന്നൊന്നും ആരും ചോദിച്ചുകൊണ്ട് വന്നേക്കല്ലേ. ഓക്കെ. ആൻഡ് ഈ ഒരു വിഷയത്തിൽ ഷൈനി എന്ന് പറയുന്ന ഒരു ലേഡിയുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഭർത്താവിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള ആ നോബി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള ആ ഒരു ക്രൂരതകൾ അയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അയാളുടെ സഹോദരനായിട്ടുള്ള ആ പള്ളിയിലച്ഛൻ, ആ പുന്നാരമോനെ ആണെങ്കിൽ അവിടുന്ന് ഇപ്പം പുറത്ത് രാജ്യത്തല്ലായിരുന്നു, അയാളെ ആ ഒരു സഭയിൽ നിന്നൊക്കെ പുറത്താക്കി എന്നുള്ളത് കേൾക്കുന്നുണ്ട്. പിന്നീട് അയാളാണെങ്കിൽ മറ്റു പല സ്ത്രീകളുമായിട്ടാണെങ്കിൽ ചുംബിച്ചുകൊണ്ട് നിൽക്കുന്ന പല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അപ്പം അയാൾ അങ്ങനെ ഒരു വ്യക്തിയാണ്, അങ്ങനത്തെ ഒരു പുന്നാരമോനാണ് അയാൾ. പിന്നെ അത് മാത്രമല്ല, ഷൈനിയുടെ സ്വന്തം അച്ഛൻ, ഓക്കെ, നമ്മൾ ബാക്കിയുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലോട്ട് പോയിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന ടൈമിലേക്ക് ഒരു ആശ്വാസമായിട്ട് നമുക്ക് കരുതാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെ കരുതലോടുകൂടി കരുതുമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ച് നമ്മൾ എത്തുന്ന ഒരു സ്ഥലമായിരിക്കും നമ്മുടെ സ്വന്തം വീടെന്ന് പറഞ്ഞത്. പക്ഷേ ആ വീട്ടിലും ഇതേപോലെയുള്ള ക്രൂരതകൾ നേരിടേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാര്യം എന്ന് വെച്ചാൽ, ഈ അച്ഛൻ, ഇയാളെ അച്ഛൻ നല്ല വിളിക്കേണ്ടത്, ഈ തന്ത കഴിവറ മോനെന്നാണ് വിളിക്കേണ്ടത്. അയാൾ ഇപ്പം ആ ഒരു ലേഡിയുടെ അവസാനമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ലേഡിയെ ഒരുപാട് സഹായിച്ചിട്ടുള്ള റോസാ മിസ്റ്റിക്ക എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം കൊടുത്തേക്കുന്ന ആ ഒരു സഹായങ്ങളൊക്കെ ഇല്ലാണ്ടാക്കിയതിൻ്റെ മെയിൻ റീസൺ ഈ പറയുന്ന സ്വന്തം തന്ത കഴിവറ മോനാണ്. ഓക്കെ. അയാൾ മീഡിയാസിന് മുന്നിൽ വന്ന് സംസാരിച്ചേക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ കുറേയൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ആ ഒരു ബൈറ്റ് ഞാൻ ഒന്നുകൂടെ വെക്കാം. സ്വന്തം മകൾ മരിച്ചപ്പം അതിനെക്കുറിച്ചിട്ട് ആളുകൾ അല്ലെങ്കിൽ മീഡിയക്കാർ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് ചിരിച്ച് കളിച്ചിട്ട് മറ്റേ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഫണ്ണി ആയിട്ട് സ്വന്തം മകൾ മരിച്ചു കിടക്കും, അയാൾക്ക് ചിരിയാണ് വരുന്നത്. ഓക്കെ, ഞാൻ ആ ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ട് റിപ്ലൈ ചെയ്യാം. ഇതെല്ലാം നിങ്ങളിപ്പോൾ കുടുംബശ്രീ അത് ഇവിടെ ഇങ്ങനെ തരുന്നത്, ഞാൻ അതിൻ്റെ ആവശ്യം എനിക്കില്ല. എനിക്ക് എൻ്റെ പിള്ളേർ ചെലവിനായിരുന്നു. ഇപ്പോൾ ഈ 9 മാസവും പിള്ളേർ 3 പേരും കൂടിയാണ്. ഈ നോബി പറഞ്ഞത്, നോബി 3 ലക്ഷം രൂപ നിങ്ങളത് പിന്നെ നോബി പറഞ്ഞത് 3 ലക്ഷം രൂപ അവിടെ നിന്ന് എടുത്ത് ഈ വീട്ടിൽ കൊണ്ട് ചിലവാക്കി. അതങ്ങനെ ഈ വീട്ടിൽ ചിലവാക്കാം, അവിടെയല്ലേ ഏറ്റവും വലിയ തെറ്റ്. അതാ കൂട്ടംകാർ പറഞ്ഞാൽ അവിടെ തന്നെ ചിലവാക്കിയാണ്. ഇവിടെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഒരിക്കലില്ലല്ലോ. ഒരു 50 കിലോ കപ്പ ഇവിടെ കൊണ്ടുവന്നിട്ട് 5000 മേടിച്ചോണ്ട് പോയത്. ഉണക്കപ്പ അവരുടെ പറക്ക് അവിടെ നിന്ന് കപ്പ ഇവിടെ കൊണ്ടുവന്നില്ല. അപ്പോൾ അല്ലാതെ അവരുടെ പൈസയ്ക്ക് എനിക്ക് ആവശ്യമില്ല, ഞാൻ അങ്ങോട്ട് കൊടുക്കുകയുള്ളൂ. ഇവിടെ മക്കൾ വന്നിട്ട് അവർ ഇന്നലെ വൈകിട്ട് ഒന്ന് വെളുപ്പിനായിട്ട് പോയി. അവരുടെയൊക്കെ എമർജൻസി ലീവ് എടുത്ത് വന്നവരല്ലേ, അവർക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റിയല്ലോ. അതിന് ഞാൻ ഇന്നലെ പോയിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അതുവരെ അവർക്ക് സ്കാൻ ചെയ്തെടുത്തു. അവർക്ക് ഭയങ്കര ടെൻഷൻ, അവർക്കൊന്നും മേലെ. പക്ഷേ അവരെ സംബന്ധിച്ച് ഒരാൾക്ക് 3 കൊച്ച്, ഒരാൾക്ക് 2 കൊച്ച്, മറ്റോ 1 കൊച്ച്, അതുങ്ങളെയൊക്കെ അവിടെ ആക്കിച്ച് വന്ന ഒരു നഗ വയസ്സൊക്കെ ഉള്ളത്. ഷൈനിയുടെ മക്കൾ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവർ പുറത്തോട്ടൊന്നും കാണിച്ചില്ല. എഡ്വിനെ കൊണ്ട് നേരത്തെ പരാതി കൊടുപ്പിച്ചിട്ടുണ്ടല്ലേ ഈ എന്ന് പറയുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല. സ്വഭാവ ദൂഷ്യം അറിയാവുന്ന വെച്ചാൽ ഒരു കുടുംബത്തിൽ നമ്മളൊരു പെണ്ണെ കിട്ടിച്ചിട്ടില്ല. അച്ഛനും കന്യാസ്ത്രീമാരും ഒക്കെ ഉള്ള വീടല്ലേ അവള്. അതൊന്നും എനിക്കറിയത്തില്ല. എടേ, ഇത് ഇയാളുടെ മകളാണോ മരിച്ചേക്കുന്നത് അതോ വേറെ ആരുടെയും മകളാണോ മരിച്ചേക്കുന്നത്? കാര്യം ആ ഒരു ലേഡിയുടെ മരണം എന്ന് പറയുമ്പോഴത്തേക്കും അത് അറിഞ്ഞിട്ടുള്ള എല്ലാ മലയാളികൾക്കും ഒരേപോലെ നൊമ്പരം തോന്നിയിട്ടുള്ളൊരു വിഷയമാണ്. ആ ഒരു വിഷയത്തിൽ ഇയാൾക്ക് മാത്രം സ്വന്തം മകളാണ്, അപ്പം മീഡിയസിന് മുന്നിൽ ചിരിച്ച് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ തന്ത കഴിവറ മോൻ ആ ഒരു മകളെടുത്ത് എത്രത്തോളം ആയിരിക്കും ഒരു ആത്മാർത്ഥ ഒരു സ്നേഹം തോന്നിയിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഒരു തന്തയാണ്, ആ മകൾ വീട്ടിലോട്ട് തിരിച്ചെത്തിയപ്പോഴത്തേക്കിനും ആ രീതിയിൽ ഒന്നും കണ്ടിട്ടില്ല. അതും ഈ ഒരു ലേഡിയുടെ മരണത്തിന് കാരണമായിട്ടുണ്ട്. ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോർജ് പുല്ലാറ്റ് എന്ന് പറയുന്ന ഒരു മുൻ കസ്റ്റംസ് ഓഫീസർ ഉണ്ട്. പുള്ളിയാണെങ്കിൽ തൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലാണെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ട്. അതായത് പുള്ളിയാണ് ഈ ഒരു വിഷയത്തെ പറ്റി കൂടുതൽ അന്വേഷിച്ച് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് പുള്ളി പോസ്റ്റ് ഇട്ടേക്കുന്നത്. ആ ഒരു പോസ്റ്റ് ഇപ്പോൾ നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന കാര്യങ്ങളാണ് ഇനി നിങ്ങൾ കേൾക്കേണ്ടത്. ഷൈനിയും മക്കളും കഥ മറ്റൊരു വഴിയെ. ജോർജ് പുല്ലാട്ട്. പാഞ്ചോ എന്ന് വീട്ടുകാർ വിളിക്കുന്ന ഏറ്റുമാനൂർക്കാരൻ ഫ്രാൻസിസ് സ്വിറ്റ്സർലൻഡിലും ഓസ്ട്രേലിയയുമായി 16 വർഷം നഴ്സിംഗ് സേവനം ചെയ്ത ശേഷം യൂറോപ്പിലെ തണുത്ത കാലാവസ്ഥ മകൻ അലർജി ഉണ്ടാക്കുന്നത് മൂലം 6 വർഷം മുമ്പ് നാട്ടിലേക്ക് മടങ്ങി. എന്നാൽ ആതുര സേവനം തുടരാനും ഉപജീവനത്തിനുമായി പാഞ്ചോ വീടിന് സമീപം ഏറ്റുമാനൂർ 101 കവലയിൽ റോസാ മിസ്റ്റിക്ക എന്നൊരു പാലിയേറ്റീവ് കെയർ ഹോം ആരംഭിച്ചു. ഏറ്റവും ആധുനിക സൗകര്യങ്ങളും രാജ്യാന്തര നിലവാരവുമുള്ള രോഗീ പരിചരണ കേന്ദ്രമായ റോസാ മിസ്റ്റിക്കയിൽ ഇപ്പോൾ 40 അന്തേവാസികളുണ്ട്.
സ്വദേശത്തും വിദേശത്തുമായി ഇതേ മേഖലയിൽ ദീർഘകാലത്തെ സേവന പരിചയമുള്ള 18 നേഴ്സുമാർ ഉൾപ്പെടെ 43 ജോലിക്കാരുള്ള സ്ഥാപനം 40 അന്തേവാസികളെ ശുശ്രൂഷിക്കാൻ 43 പേരുണ്ട് എന്ന് എടുത്തു പറയുന്നത് അത് ആ സ്ഥാപനത്തിൻ്റെ നിലവാരത്തിനെ സൂചകമായതുകൊണ്ടാണ്. രോഗികൾക്കായി പാഞ്ചോ ഹൈഡ്രോളിക് ചക്രങ്ങളുള്ള കട്ടിലുകളും ചക്ര കസേരകളും ആധുനിക ക്ലോസറ്റുകളും ഇറക്കുമതി ചെയ്തു യൂറോപ്പിലെ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഒരുക്കി. എങ്കിലും ശുചീകരണ വിഭാഗത്തിലെ ചില ജോലിക്കാർക്ക് ഇതെല്ലാം ഒന്ന് പഠിച്ച് പ്രാവർത്തികമാക്കാൻ തുടക്കത്തിൽ കഴിഞ്ഞില്ല. വലിയ വിദ്യാഭ്യാസമോ ഇത്തരം തൊഴിൽ പരിചയമോ ഇല്ലാത്ത സാധാരണ ഗ്രാമീണരാണ് പലരും. ബയോ വേസ്റ്റ്, അടുക്കള മാലിന്യം മാത്രമേ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കാവൂ എന്ന് ആവർത്തിച്ച് നിഷ്കർഷിച്ചിട്ടും അത് ശ്രദ്ധിക്കാതെയും കുഴപ്പങ്ങൾ അറിയാതെയും ജോലിക്കാർ പ്ലാസ്റ്റിക്കും ഇലകളും ഉൾപ്പെടെ പലതും അതിൽ നിക്ഷേപിച്ചതുകൊണ്ട് പ്ലാന്റിന്റെ പ്രവർത്തനം തകരാറിലായി. ഡ്രെയിനേജ് ബ്ലോക്കായി. ഗ്യാസിന് പകരം ടാങ്കിൽ നിന്ന് മാലിന്യം തന്നെ പുറത്തേക്ക് ഒഴുകി ദുർഗന്ധം പരന്നു. പ്ലാന്റ് ഉണ്ടാക്കിയവരെ പാഞ്ചോ കാര്യം അറിയിച്ചു. അവർ വന്ന് പറഞ്ഞു അതെ, എല്ലാം കൂടി അകത്ത് വീണ് കട്ട പിടിച്ചു, അതെല്ലാം വാരിക്കളഞ്ഞിട്ട് പുതിയതുണ്ടാക്കണം, 2-3 ദിവസം പിടിക്കും. ഒരു മതിൽ പങ്കിടുന്ന അയൽക്കാരൻ കുര്യാക്കോസ് എന്ന മധ്യവയസ്കനാണ് പാഞ്ചോയോട് പറഞ്ഞു, നിന്റെ ഈ പ്രസ്ഥാനം ഞാൻ പൂട്ടിക്കും, ഡൽഹിയിൽ പോയിട്ടാണെങ്കിലും ഞാൻ പൂട്ടിക്കും, നോക്കിക്കോ. പാഞ്ചോ പറഞ്ഞു, ചേട്ടാ ജോലിക്കാർക്ക് അബദ്ധം പറ്റിയത് ഉടനെ നന്നാക്കും, എത്രയും വേഗം അത് ശരിയാക്കാനുള്ള പണികൾ തുടങ്ങിയപ്പോഴേക്കും അതിരമ്പുഴ ഹെൽത്ത് വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെത്തി. വനിതാ ഹെൽത്ത് ഇൻസ്പെക്ടർ പാഞ്ചോയോട് പറഞ്ഞു, നിങ്ങളുടെ സ്ഥാപനത്തിലെ ടാങ്ക് പൊട്ടിയൊഴുകിയിട്ട് ദുർഗന്ധം പകരുന്നതായി പരാതി വന്നിട്ടുണ്ട്, അന്വേഷിക്കാൻ വന്നതാ. ആരാ പരാതിക്കാരൻ? അടുത്തുള്ളവരല്ലാതെ ആരാ എന്ന് പറഞ്ഞ് അവർ തൊട്ടടുത്ത വീട്ടിലേക്ക് കണ്ണു നീട്ടി. പാഞ്ചോ ഞെട്ടിപ്പോയി. തൊട്ടടുത്ത വടകരയിൽ വീട്ടിലെ കുര്യാക്കോസ് തന്നെ. റോസ മിസ്റ്റിക്കയുടെ ആരംഭകാലം മുതൽ തന്നെ അയാൾ ശത്രുത പുലർത്തിയിരുന്നെങ്കിലും ഇങ്ങനെ ഒരു പരാതി ഉണ്ടാകുമെന്ന് പാഞ്ചോ പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടെ കാര്യമായ കുഴപ്പമൊന്നുമില്ലെന്ന് ബോധ്യമായ ഹെൽത്തുകാർ മടങ്ങിപ്പോയി. ദുർഗന്ധം പരത്തുന്നു എന്ന് മാത്രമല്ല, അന്തേവാസികൾക്ക് തീരെ നിലവാരം കുറഞ്ഞ ഭക്ഷണമാണ് കൊടുക്കുന്നത് എന്നുകൂടി കുറേ ആൾക്കാരെ കൂട്ടി അയാൾ പരാതി കൊടുത്തു. അങ്ങനെ ഹെൽത്തുകാർ വീണ്ടും വന്നു. ഹെൽത്ത് ഇൻസ്പെക്ടറും സംഘവും എല്ലായിടവും കർശനമായി പരിശോധിച്ചു. ഫ്രിഡ്ജും ഫ്രീസറും അടുക്കളയും പരിശോധിച്ച് അവർക്കൊപ്പം നിന്ന് പാഞ്ചോ കാര്യങ്ങൾ വിശദീകരിച്ചു. പരാതിയിൽ കഴമ്പില്ലെന്ന് ബോധ്യമായ അവർ നടപടികൾ എടുക്കാതെ പുഞ്ചിരിയോടെ മടങ്ങിപ്പോയി. എങ്കിലും നിന്റെ പ്രസ്ഥാനം ഞാൻ പൂട്ടിക്കുമെന്ന് കുര്യാക്കോസ് ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തിയിരുന്നത് കൊണ്ട് പാഞ്ചോയെ അസ്വസ്ഥനാക്കി. കാരണം വല്ലപ്പോഴുമൊക്കെ അവിടെ എത്തുന്ന 2 പെൺകുട്ടികൾ തൻ്റെ മക്കളുടെ കൂട്ടുകാരാണ്. തൊടുപുഴയിൽ ചുങ്കത്തുചേരിയിൽ നോബിക്ക് കെട്ടിച്ചു കൊടുത്ത മകൾ ഷൈനി വല്ലപ്പോഴുമൊക്കെ സ്വന്തം വീട്ടിലെത്തുമ്പോൾ മക്കളെയും കൂട്ടി തൻ്റെ വീട്ടിലും വരും. അവർ മക്കളോടൊപ്പം കളിക്കും, സൈക്കിൾ ചവിട്ടും. തങ്കം പോലുള്ള ആ പെൺകുട്ടികൾ അലീനയും ഇവാനയും പാഞ്ചോയുടെ കൂട്ടുകാരായ ഓമന കുട്ടികളായിരുന്നു. പാഞ്ചോയുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഞാൻ കുറിക്കുന്നത്. ഇനിയും തൊട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ കുര്യാക്കോസ് ചേട്ടൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതിരമ്പുഴയിൽ നിന്ന് ഇവിടെ വന്ന് താമസമാക്കിയത് വടകരയിൽ വീട്ടുപേര്. പണ്ട് ടൈലിൻ്റെ പണിയൊക്കെ ചെയ്തിരുന്നതാണ്. പിന്നെ ബസ് മേടിച്ചു, അതെല്ലാം പൊട്ടി പുള്ളിയുടെ 5 പിള്ളേരിൽ മൂത്തതാ ഷൈനി. അവർ വല്ലപ്പോഴും ഒക്കെ തൊടുപുഴയിൽ നിന്ന് ഇവിടെ വരുമ്പം ഞങ്ങൾ കാണും. എന്തേലും പ്രശ്നമുള്ളതായി തോന്നിയിട്ടില്ല. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവരിവിടെ വന്ന് റോസ മെസ്സിക്കൽ ഒരു ജോലി തരാമെന്ന് ചോദിച്ചു വന്നതാ. അന്നേരം കുറേ സങ്കടങ്ങളൊക്കെ പറഞ്ഞു. പൊതുവേ ഒത്തിരി വർത്താനം പറയാത്ത ഷൈനി അന്ന് ഒത്തിരി സങ്കടത്തിലുമായിരുന്നു. പുള്ളിക്കാരുടെ കഴുത്തിൽ കരിനീല പാടുകൾ ഉണ്ടായിരുന്നു. ഈ കരിനീല പാടുകൾ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ അടി കിട്ടിയതിൻ്റെ പാടുകളായിരിക്കുമല്ലോ. അച്ചായൻ അമ്മയെ നിലത്തൂടെ വലിച്ചിഴിച്ചു, അടിച്ചു എന്നൊക്കെ പിള്ളേര് പറഞ്ഞു. ഇവിടെ വേക്കൻസി ഇല്ലാഞ്ഞിട്ടും അവരുടെ അവസ്ഥ കണ്ട് ഞാൻ ജോലി കൊടുത്തു. ആദ്യമൊക്കെ ഷൈനി അച്ഛന്മാരെയും അമ്മച്ചിമാരെയും നല്ലപോലെ നോക്കുമെങ്കിലും എപ്പോഴും ഒരു മൗനമാണ്. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഷൈനിയെ വലിയ കാര്യമായി. ഷൈനിയും എല്ലാവരുമായി കൂട്ടായി. ഇടയ്ക്ക് കയറി ഞാൻ ചോദിച്ചു, പാഞ്ചോ ഒന്ന് ചോദിച്ചോട്ടെ, ഷൈനിക്ക് എത്ര ശമ്പളം ഉണ്ടായിരുന്നു? 16,000 രൂപ അന്ന് ശമ്പളം കൊടുക്കുമായിരുന്നു. ആ ജോലിക്ക് സാധാരണ തുടക്കക്കാർക്ക് കൊടുക്കുന്നതിലും 1000 കൂടുതൽ കൊടുത്തിരുന്നു. ഓക്കെ, 1000 രൂപ എക്സ്ട്രാ കൂടുതൽ കൊടുത്തിരുന്നു. അതായത് സ്വന്തം ഭർത്താവിൽ നിന്നും സ്വന്തം തന്തയുടെ കയ്യിൽ നിന്ന് കിട്ടാത്ത ഒരു കരുണ അല്ലെങ്കിൽ ഒരു കാരുണ്യം മറ്റൊരാളിൽ നിന്നാണ് അവർക്ക് കിട്ടിയേക്കുന്നത്. ഞാൻ ഫസ്റ്റ് ആ ഒരു വീഡിയോ ഇട്ടിരുന്ന ടൈമിൽ പറഞ്ഞാണ് കുറേ ആൾക്കാർ ഒരു പ്രതിഷേധം ഈ ഒരു പണത്തിൽ അർപ്പിച്ചേക്കുന്ന കാര്യം വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കും സഹായിക്കാമായിരുന്നു എന്നുള്ളത്. പക്ഷേ അവരെ പല ആളുകളും പല രീതിയിലും സഹായിച്ചിരുന്നു. പക്ഷേ അവിടെ വഴി മുടക്കിയത് ഈ പറയുന്ന തന്തക്കഴിവറ മോനാണ്. അത് നിങ്ങൾ ബാക്കി വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്വന്തം വീട്ടിലായതുകൊണ്ട് വേറെ വലിയ ചിലവില്ലല്ലോ. കുറച്ച് പരിചയമായി കഴിഞ്ഞ് പ്രൊമോഷൻ കൊടുക്കാമെന്നും ശമ്പളം കൊടുക്കാമെന്നും വിചാരിച്ചതാ. റോസ മിസ്റ്റിക്കയുടെ കുറച്ചുകൂടെ വലിയൊരു യൂണിറ്റ് കോട്ടയത്ത് തുടങ്ങാൻ പണി നടക്കുന്നുണ്ട്. 3-4 മാസം കഴിഞ്ഞ് അത് സ്റ്റാർട്ട് ചെയ്യും. അന്നേരം ഷൈനിയെ അവിടെ നേഴ്സായി വെക്കാൻ ഉദ്ദേശിച്ചതാ. അപ്പം പിന്നെ ഈ കുര്യാക്കോസിനെ കൊണ്ട് സമയമില്ലല്ലോ, എന്ത് ചെയ്യാനാ? അങ്ങനെ 4 മാസം കഴിഞ്ഞ ഒരു ദിവസം ഷൈനി പറഞ്ഞു, അവനെതിരെ കേസ് കൊടുത്തിരിക്കുക, അതുകൊണ്ട് നീ ഇവിടെ ജോലിക്ക് പോകണ്ടെന്ന് അപ്പച്ചൻ പറഞ്ഞു. അതുകൊണ്ട് സാറേ എനിക്ക് ജോലിക്ക് വരാൻ പറ്റില്ല. അതായത് ഈ കഴിവറാമോൻ്റെ അവൻ്റെ ധാർഷ്ട്യമാണ്. അതായത് മറ്റൊരാളുടെ മുന്നിൽ അവനാണെങ്കിൽ മറ്റേ മെയിൽ ഈഗോ മറ്റേ മണ്ടയ്ക്ക് കയറി നിൽക്കുകയാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അവൻ കരുവാക്കിയിട്ടുള്ള സ്വന്തം മോളുടെ ജീവിതമാണ്. ആ ഒരു മകൾക്ക് കുറച്ച് രൂപ അവിടുന്ന് കിട്ടുന്നല്ലേ, അവിടെ പോയി ജോലി ചെയ്തിട്ട് കിട്ടുന്ന രൂപയല്ലേ. അപ്പോഴത്തേക്കിന് അയാൾക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തേക്കോ, അതുകൊണ്ട് മോളെ നീ ജോലിക്ക് അവിടെ പോകാൻ പാടില്ല
എന്നാൽ പിന്നെ വേറെ വല്ല ജോലി വാങ്ങിച്ചു കൊടുക്കണ്ടേ? ഇവരെ കരുതലോടെ നോക്കണ്ടേ? ഈ ഒരു സാഹചര്യത്തിൽ എത്തിക്കാതെ അവർ നോക്കണ്ടേ? എങ്ങനെ പോകണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ മെയിലീഗോ കാണിക്കും, നിന്റെ അമ്മൂമ്മയുടെ വേറെ മാങ്ങാത്തോലി എന്തെങ്കിലും എന്ത് വേണേലും കാണിച്ചു. ഈ പരിപാടിയാണോ കാണിക്കേണ്ടത്? സ്വന്തം മകളെ അവസാന നിമിഷം പോലും നിങ്ങളൊരു കരുതൽ കൊടുത്തില്ലല്ലോ. അത് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ ഒരു ജീവൻ നഷ്ടപ്പെടില്ലല്ലോ. ഇനി ബാക്കി വായിക്കാം. ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വേദപാഠം കഴിഞ്ഞ് വരുമ്പം ഷൈനയുടെ പിള്ളേരും ഞങ്ങളുടെ കൂടെ കാറയിൽ പോരും. കുറേ നാൾ അങ്ങനെയായിരുന്നു. പക്ഷേ ഒരു ദിവസം ആ പിള്ളേർ വണ്ടിയിൽ കയറാൻ മടിച്ചു നിന്നു. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇനി മേലാൽ നിങ്ങൾ അങ്കിളിൻ്റെ വണ്ടിയിൽ കയറരുതെന്ന് വല്യപ്പ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞേക്ക് അവർ ഊടുവഴി കൂടെ ഓടിപ്പോയി. അങ്ങനെ കുര്യാക്കോസ് ആ പള്ളിയുടെ ആ പിള്ളേരെയും ഒറ്റപ്പെടുത്തി. ഞങ്ങളോട് മിണ്ടാൻ പോലും പിള്ളേർ നിൽക്കുകയില്ല. കാരണം വല്യപ്പയെ പേടി, അത്രയ്ക്ക് ദുഷ്ടനായ ആൾ. സത്യത്തിൽ 9 മാസമായിട്ട് സ്വന്തം വീട്ടിൽ നിന്നിട്ട് പോലും അവർക്കൊരു സമാധാനവും ഇല്ലായിരുന്നു. 9 മാസം ആ വീട്ടിൽ നിന്നിട്ടും ഈ തന്തക്കഴുവാറ മോനെ അവർക്ക് സമാധാനം കൊടുത്തില്ല. എന്തിനാ? ആ കൊച്ചു മക്കൾക്ക് പോലും. സാധാരണ ഈ പറയുന്ന ഈ പ്രായമായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് കൊച്ചുമക്കളാണ്. അതുപോലും തോന്നിയിട്ടില്ലെങ്കിൽ ഇയാളെയൊക്കെ എങ്ങനെയാണ് തന്തേന്ന് വിളിക്കുന്നത്? അപ്പോൾ നിങ്ങളിപ്പോൾ പറയായിരിക്കും, നീ എന്തിനാണ് അവരെ എങ്ങനെ പറയുന്നത്, ഇങ്ങനെ പറയുന്നത്? ഞാൻ പറയും. കാര്യം ഇത് ഒരു ഷൈനയുടെ കേസല്ല. ഈ സെയിം സിറ്റുവേഷൻ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരുപാട് ആളുകൾ. ഓക്കെ, അവരൊക്കെ ഇന്നിപ്പോൾ ഒരു ഷൈനിക്കുണ്ടായി, നാളെ ഇനി എത്ര ഷൈനികളുണ്ടാവും? എത്ര പേര് ഇതുപോലെ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ അതാണ് പറഞ്ഞു, ഞാൻ ഇന്ന് വൈദ്യുതി കണ്ട ഈ സെയിം സിറ്റുവേഷൻ, എക്സാക്ട് സിറ്റുവേഷൻ. ഇത്രയുമൊക്കെ കേട്ടപ്പോൾ ഞാൻ ആകെ അസ്വസ്ഥനായി. കൊച്ചുമകൾ കൂടെ ഉള്ളപ്പോഴാണല്ലോ അപ്പൂപ്പനും അമ്മയ്ക്കും ഒക്കെ ഏറ്റവും സന്തോഷം. എന്നിട്ടും ആ മാലാക കുഞ്ഞുങ്ങളെ ഒരു ഭാരമായി കണ്ട ആ ദുഷ്ടൻ മകളോട് പറഞ്ഞു, നീ എവിടെയെങ്കിലും ജോലിക്ക് പോകുവാണെങ്കിൽ പിള്ളേരെ വല്ല ഹോസ്റ്റലിലും ആക്കിക്കോണം. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ കല്യാണം കഴിഞ്ഞിട്ടുള്ള മക്കളൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഇപ്പം വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ മക്കളെ ഈ പറയുന്ന പോലെ ഈ പേരൻസിൻ്റെ അടുത്ത് ആക്കിയിട്ടായിരിക്കും ഇവർ പോവുക. അതായത് അവരുടെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മേൻ്റെ എടുത്തിട്ടായിരിക്കും നിങ്ങൾ പോവുക. അങ്ങനെ പോകുന്ന ടൈമിൽ അവർ പറയണത്, നോക്കാൻ എനിക്ക് സൗകര്യമില്ല, വല്ല ഹോസ്റ്റലിൽ ആക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മക്കളെ നല്ല രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ വിദേശത്തൊക്കെ സ്വന്തം നാടും കുടുംബമൊക്കെ മറന്നിട്ടാണെങ്കിൽ വിദേശത്താണെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ ജോലിക്ക് പോവുക. ആ ഒരു സമയത്ത് നിങ്ങളുടെ മക്കളെ വല്ല ഹോസ്റ്റലിലും ആക്കിയേക്കെന്ന് പറയുമ്പോഴത്തേക്കിന്, ഒരു സ്വന്തം പേരൻസ് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ഏത് രീതിയിലായിരിക്കും നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ പോകും? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. ബാക്കിയും കൂടെ വായിക്കാം. വല്യപ്പൻ എന്ന നിലയിൽ അയാൾ എന്തായിരുന്നു പറയേണ്ടത്? ഷൈനി, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിനക്ക് പഠിക്കാനോ ജോലിക്കോ എവിടെ വേണേലും പൊക്കോ മോളെ, ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ ഒരു കരുതലിൻ്റെ വാക്ക് കേൾക്കാൻ ആ പാവം മോൾക്കും കുഞ്ഞു മക്കൾക്കും ഭാഗ്യമുണ്ടായില്ല. സത്യമല്ലേ? പാഞ്ചോ പറഞ്ഞു, എൻ്റെ ഭാര്യ ലൂസിക്ക് ഷൈനിയോട് അരമണിക്കൂർ മിണ്ടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷെ അതിനുള്ള സ്വാതന്ത്ര്യമില്ലല്ലോ, അവസരവും കിട്ടിയില്ല. ആ തന്തക്കഴുവറ മോനെ പേടിച്ചിട്ടായിരിക്കും ഈ പറഞ്ഞത് മറ്റൊരാളെ കോൾ ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഓക്കെ, ഒരു ആശ്വാസകരമായിട്ട് ജീവിതത്തിൽ ഒരു പക്ഷേ അങ്ങനെ ഒരു കോൾ സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഷൈനി എന്ന് പറയുന്ന ഒരു ലേഡി നമ്മുടെ ഈ ലോകത്തെ വിട്ടു പിരിയില്ലായിരുന്നു. ഒടുവിൽ അവൾ അപ്പച്ചൻ പറഞ്ഞ പോലെ ഹോസ്റ്റൽ തേടി ഇറങ്ങി. അവരെ എവിടെയെങ്കിലും ആക്കിയിട്ട് വേണം പഠിക്കാൻ, എന്നിട്ട് വേണം ജോലിക്ക് പോകാൻ. ഹോസ്റ്റലുകാർ പറഞ്ഞു, ഇത്രയും ചെറിയ പിള്ളേരെ നോക്കാൻ ഇവിടെ പറ്റത്തില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാം. പിള്ളേർ വളർന്ന് വലുതാകുന്നത് വരെ ഷൈനി എവിടെ പോകും? അന്ന് അവൾ കൂട്ടുകാരി ജെസിക്ക്, റോസ മെസ്സിക്കയിലെ ഫ്രണ്ടാണ്, ശബ്ദ സന്ദേശം അയച്ചു. രഹസ്യം പറയുന്നത് പോലെ തീരെ ശബ്ദം താഴ്ത്തിയാണ് അവൾ പറഞ്ഞത്. വീട്ടിൽ ആരെങ്കിലും കേൾക്കുമോ എന്ന ആ സാധു പേടിച്ച് കാണും. ഇത്രയും നിസ്സഹായയായ, ഒറ്റപ്പെട്ടും അവഗണിക്കപ്പെട്ടും പോയ ഒരു സാധു വീട്ടമ്മ സ്വന്തം വീട്ടിൽ പോലും അപ്പനെയും അമ്മയെയും പേടിച്ചാണ് ജീവിച്ചത് എന്ന് വേണം കരുതാൻ. ആരൊക്കെ പുറന്തള്ളിയാലും ആത്മവിശ്വാസത്തോടെ കയറി ചെല്ലാവുന്ന ഇടമാണ് പിറന്നു വീണ വീട് എന്ന സാമാന്യ ധാരണ അവരുടെ കാര്യത്തിൽ തെറ്റായിപ്പോയി. അതോടെ പ്രത്യാശകളെല്ലാം അവസാനിച്ചു. പിള്ളേരെ കൊണ്ടുപോയി ചാകടി എന്ന അന്ന് രാത്രിയിൽ ഭർത്താവും കൂടി പറഞ്ഞത് ഏറെ നാളായി ഷൈനി ചിന്തയിൽ കൊണ്ട് നടന്നെന്ന് വിചാരിക്കാവുന്ന കടും കൈക്ക് മേൽ ആണിയടിക്കലായി. അക്കാര്യം രാത്രിയിൽ തന്നെ പിഞ്ചോമനകളും പറഞ്ഞു കാണും. അവരെ കൊണ്ട് മകൻ എഡ്വിനെ വിളിച്ച് പറയിപ്പിച്ചു, ഞങ്ങൾ പോകുന്നു ചേട്ടായി, ഇനി നമ്മൾ തമ്മിൽ കാണില്ല. എന്താണ് ഉദ്ദേശമെന്ന് അവൻ അപ്പോൾ പിടികിട്ടി കാണില്ല. വെളുപ്പിന് 4:43 ഷൈനിയും മക്കളും പുറത്തിറങ്ങി നീങ്ങുന്ന ആ CCTV ദൃശ്യം ലോകത്തിന് കിട്ടിയത് കുര്യാക്കോസ് ശത്രുവായി കണ്ട പാഞ്ചാവിയുടെ ക്യാമറയിൽ നിന്നാണ്. അതുപോലും കിട്ടിയത് ശത്രുവായി കണ്ടേക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിന്നാണ്. ഭൂമിയിലെ കുറച്ച് നാൾ മാത്രമായിരിക്കുന്നത്. എന്തിനാണ് ഈ ശത്രുക്കളെ ഉണ്ടാക്കി ജീവിക്കുന്നതിൻ്റെ ഒരു ആവശ്യകത എന്താണ്? ഉണ്ടാക്കിക്കോ, അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാകല്ലോ. സ്വന്തം മകളുടെ ജീവൻ എടുക്കുന്ന രീതിയിലുള്ള ഒരു ശത്രുതയാണ് അയാൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, ആ ഒരു തന്തപ്പുന്നാരമ. ഈ സംഭവ പരമ്പരയിലെ ഏറ്റവും ഹൃദയഭേദകമായ ദൃശ്യമാണിത്. ചുരുണ്ടുകൂടി മൂടി പുതച്ച് കിടന്നുറങ്ങാൻ ഏതൊരു കുഞ്ഞും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ കുളിരുള്ള പുലർച്ചയ്ക്ക് സ്വന്തം അമ്മ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളെ ബലമായി പിടിച്ചു വലിച്ച് മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച ഇനി എന്നും നോവായി, നീറ്റിലായി, വിങ്ങലായി, ഉണങ്ങാത്ത വ്രണമായി നമുക്കൊപ്പം ഉണ്ടാകണം. ആ രാത്രിയിൽ ഷൈനി ഒരു പോള കണ്ണടച്ചിട്ടുണ്ടാവില്ല. കുട്ടികൾ ഒന്നും അറിയാതെ ഇറങ്ങിയിരിക്കാം. പലരും മുൻപേ അമ്മ വിളിച്ചുണർത്തിയത് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. എപ്പോഴെങ്കിലും ഷൈനിയുടെ ഉള്ളിൽ കുടയേറിയ ആ കടുംകൈ വിചാരത്തെ പുറത്താക്കാൻ ഒരു പരിശുദ്ധാത്മാവ് പറന്നിറങ്ങിയില്ലോ എന്നോർത്ത് നാം ദൈവത്തോട് പോലും പരിഭവിച്ചു പോകുന്നു. മരിച്ചവരിൽ ഏതെങ്കിലും ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ എൻ്റെ അപ്പനമ്മമാരെക്കുറിച്ചോ സഹോദരങ്ങളെക്കുറിച്ചോ ആഗ്രഹിച്ചിട്ടോ പ്രവർത്തിച്ചിട്ടോ ഇല്ല. എന്നാൽ അടുത്ത കാലത്ത് ഞാൻ ചിലരെക്കുറിച്ച് അങ്ങനെ ആഗ്രഹിച്ചു പോകുന്നു. ആദ്യം സിദ്ധാർത്ഥനെക്കുറിച്ചാണ്.
കാരണങ്ങൾ ഞാൻ എടുത്തു പറയേണ്ടതില്ല. പിന്നെ ഷൈനി, അലീന, ഇവാന എന്നിവരെക്കുറിച്ചും. ജീവിക്കാൻ കൊതിച്ച് ഒത്തിരി സ്വപ്നങ്ങൾ നെയ്തവരായിരുന്നു അവർ. സിദ്ധാർത്ഥിനെ ഒരു കൂട്ടം പിശാചുകൾ കൊന്നു. ഷൈനിയെ സാഹചര്യങ്ങൾ കൊന്നു. അത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്. ഒരു ഭാര്യ, സഹോദരി, മകൾ എന്നൊക്കെയുള്ള നിലയിൽ അവൾ അർഹിച്ചിരുന്നതും അവൾക്ക് ആവശ്യമായിരുന്നതും കൊടുക്കാത്ത കുടുംബങ്ങളും നാട്ടുകാരും സ്ഥാപനങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹമാണ് അവരെ കൊന്നത്. കരുണയുടെ കനിവിൻ്റെ ഒരു തുള്ളി വീഴ്ത്തണം ലോകമേ. കേട്ടില്ലേ? ഇതാണ് അവിടെ സംഭവിച്ചത്. അതായത് ഈ അയാൾ മീഡിയയുടെ മുന്നിൽ ചിരിച്ച് കളി സംസാരിക്കുമ്പോഴേ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും ഒരു മകളോട് ഇത്രയ്ക്കുള്ള സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇത് ഒരു ഷൈനി അല്ലല്ലോ, ഒരുപാട് ഷൈനിമാരുണ്ട്. ഞാൻ ഫേസ് ചെയ്ത അല്ലെങ്കിൽ ഞാൻ ഇന്ന് എൻ്റെ കൺമുന്നിൽ കണ്ട ആ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനൊരു സമാനമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു ഷൈനി ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു കാര്യം തന്നെയാണ് കണ്ടേക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത്തരം ആൾക്കാരെ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ പറയും ഞാൻ ഇത് എന്തിനാണോ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അങ്ങനെ നീ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കാര്യം നിൻ്റെ വീഡിയോ അല്ലെങ്കിൽ നീ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊക്കെ ആയിരിക്കും നിങ്ങൾ പറയാൻ പോകുന്നത്. എന്നിരുന്നാലും എനിക്ക് കുഴപ്പമില്ല. കാര്യം നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കണ്ണിന് കണ്ണ്, പല്ലിന് കല്ല്. ഇവിടെ ഇരയാക്കപ്പെടുന്ന ആൾക്ക് ഒരു നീതിയും കിട്ടില്ല. അത് നമ്മുടെ പല കേസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എണ്ണി പറഞ്ഞാൽ ഒരു കേസിലും ഇരയാക്കപ്പെട്ട ആളുകൾക്ക് നീതി കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഇരയാക്കിയ ഈ പുന്നാരമകളുണ്ട്, പ്രതികളായിട്ടുള്ള ഇത്തരം ആളുകൾ, അവരിവിടെ അടിപൊളിയായിട്ടാണ് ജീവിക്കുന്നത്. ഓക്കെ, ആ വെഞ്ഞാറമൂട് അഫാൻ്റെ കേസിലാണെങ്കിൽ അവൻ പൊറോട്ടയും ചിക്കനും കാര്യങ്ങളും ഒക്കെ അവൻ അത് മാത്രമേ തിന്നു. അത് തന്നെ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ഈ സിസ്റ്റം വാങ്ങിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യാനാണ്? അവൻ തിന്നത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എങ്ങനെ തട്ടിപ്പോയി കഴിഞ്ഞാൽ അവരുടെ പണി പോകും. അവർക്കത് ചെയ്തേ പറ്റുള്ളൂ. അത് അവരുടെ നിസ്സഹായ അവസ്ഥയാണ്. ഓക്കെ, ഇനി ഈ ഒരു കേസിലോട്ട് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോകത്ത് സ്വന്തം അമ്മയ്ക്കും സ്വന്തം പെങ്ങൾക്കും അല്ലെങ്കിൽ സഹോദരിക്കും നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണ് അല്ലെങ്കിൽ ഭാര്യ ഇവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് തെറ്റായിട്ട് സംഭവിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് മോശമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യത്തിനെതിരെ നമുക്ക് ഈ ലോകത്ത് ആർക്കെതിരെയും എന്തിനെതിരെയും ഏത് രീതിയിലും പ്രതികരിക്കാം. അതിലൊരു തെറ്റുമില്ല. ഓക്കെ, ഇപ്പം ഷൈനി എന്ന് പറയുന്ന ഒരു ലേഡി അല്ലെങ്കിൽ എന്തായാലും മരിക്കാൻ തീരുമാനിച്ച ആൾക്കാരാണ്. എതിരെ നിന്ന് പണിത ഈ ആൾക്കാർക്കെതിരെ ചെവുക്കട്ടത്തിൽ ഒരു പൊട്ടിയിലെങ്കിലും കൊടുത്തിട്ട് പോകണ്ടേ? നമ്മുടെ ഈ ഒരു വയനാട്ടിൽ നടന്നൊരു കേസായിരുന്നു, സ്വന്തം അമ്മേനെ സ്വന്തം മകൻ കഴുത്തറുത്തു എന്ന് പറഞ്ഞൊരു കേസ്. അങ്ങനെ ഈ മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്നത് പോലെ കൊല്ലാൻ വരുന്നവനെ കൊല്ലണം, തല്ലാൻ വരുന്നവനെ തല്ലണം എന്ന് പറയുന്നത് പോലെ സ്വന്തം മകനൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കൊല്ലാനല്ലേ വന്നത്, അവനെ കൊന്നിടുക. കാര്യം നമ്മുടെ സിസ്റ്റം തന്നെ നമ്മളെ നല്ല രീതിയിൽ നമ്മൾ ചോദിക്കുന്ന ഭക്ഷണം തന്നെ നമ്മളെ ഇവിടെ ജയിലിനകത്ത് പോറ്റും. പിന്നെന്താണ് പ്രശ്നം? എന്താണ് ഞാൻ ഇപ്പോഴും പറയണം, നമ്മുടെ കുടുംബത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇത്ര അനുഭവങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന അഫാൻ ചെയ്ത പോലത്തെ ഈ തന്തയിലാമത്തരം കാണിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നമുക്കെതിരെ ഒരു തെറ്റുണ്ടാകുമ്പോൾ നമ്മളെ തല്ലാൻ വരുന്ന ആളെ തല്ലുകയും കൊല്ലാൻ വരുന്ന ആളെ കൊല്ലുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല. ഇപ്പം ഷൈനി എന്ന് പറയുന്ന ഈ ഒരു ലേഡിക്ക് സംഭവിച്ചിരിക്കുന്നത്, ഇപ്പം ഞാൻ ആ ഒരു മകൻ്റെ കേസ് പറയട്ടെ. ആ മകൻ ഈ ഒരു അച്ഛൻ പറഞ്ഞത് പ്രകാരം അല്ലെങ്കിൽ അച്ഛൻ പറയുന്നത് കേട്ടിട്ടാണ് ഈ പറയുന്ന അമ്മയായിട്ട് ഇത്രയും വേർപിരിഞ്ഞത്. ആ മകൻ്റെ വിഷമം സങ്കടം എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. കാര്യം ഇത്രയും നാൾ അമ്മയെ കാണാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും നാൾക്ക് ശേഷം ആ ഒരു മകൻ കണ്ടത് ഒരു ജീവനറ്റ ശരീരത്തോട് കൂടിയാണ് അമ്മയെ കണ്ടത്. ഓക്കെ, അപ്പോഴും ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അമ്മയുടെ അച്ഛൻ്റെ ഇടയ്ക്ക് കിടന്ന് വീർപ്പ് മുട്ടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് അമ്മ എന്ന് പറയുന്നത് ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് അത് മറക്കാണ്ടിരിക്കുക. പിന്നെ കർമ്മം കൊണ്ട് അമ്മ അല്ലാണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. എന്നിരുന്നാലും അതും ഒരു 5% മാത്രമേ വരുന്നുള്ളൂ. കർമ്മം കൊണ്ട് അല്ലാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ, അവരെ അങ്ങനെ അങ്ങ് വിട്ടേക്കുക, അവരെ മൈൻഡ് ചെയ്യേണ്ട. പക്ഷെ അല്ലാത്ത ആൾക്കാർ ഒരമ്മയാടെ ഒന്നേ ഉള്ളൂ ജീവിതത്തിൽ.